എറണാകുളം ചേന്ദമംഗലത്ത് കൂട്ടക്കൊലപാതകത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജിതിൻ ആശുപത്രി വിട്ട് വീട്ടിലെത്തി. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ അയൽവാസിയായ റിതു ജയൻ തന്നെയും കുടുംബത്തെയും ആക്രമിക്കുകയായിരുന്നു എന്ന് ജിതിൻ ഓർത്തെടുക്കുന്നു. നാട്ടിൽ ഒരു ജോലി ലഭിച്ചാൽ മാത്രമേ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അല്ലലില്ലാതെ ജീവിക്കാനാകുമെന്ന് ജിതിൻ പറയുന്നു. 4 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ജിതിൻ തിരികെ വീട്ടിൽ എത്തുന്നത്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ശരീരം ചലിപ്പിക്കാൻ ആകുമെങ്കിലും ഇന്നലെ എന്ന പോലെ ഞാൻ ആ ദിവസത്തെ ഓർത്തെടുക്കുന്നു എന്ന് ജിതിൻ പറഞ്ഞു. കേരളത്തെ തന്നെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ നിമിഷങ്ങളായിരുന്നു എന്നും ജിതിൻ ഓർക്കുന്നു. ജനുവരി 15-നാണ് ചേന്ദമംഗലത്തെ വീട്ടിൽ വച്ച് വേണു, ഭാര്യ ഉഷ, മക്കളായ വിനിഷ എന്നിവരെ അയൽവാസി റിതു ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. 11ഉം 6ഉം വയസ്സുള്ള വിനീഷയുടെ മകളുടെ മുന്നിൽ വച്ചായിരുന്നു കൊലപാതകം. ഭാര്യയെ ആക്രമിച്ചപ്പോൾ തടുക്കാൻ ശ്രമിച്ചതായിരുന്നു ജിതിൻ. ഇരുമ്പ് വടി കൊണ്ട് ജിതിനെ അടിക്കുകയായിരുന്നു. 2 ദിവസം മുൻപ് ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ ജിതിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതി റിതു വീട്ടിലേക്ക് പാഞ്ഞെത്തിയത്. കൺമുമ്പിൽ കണ്ടവരെ എല്ലാം ഇരുമ്പ് വടി കൊണ്ട് റിതു അടിക്കുകയായിരുന്നു. പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ജിതിൻ മാത്രമാണ്. ആശുപത്രി ചിലവിന്റെ ഭൂരിഭാഗവും വഹിച്ചത് സ്ഥലം എം.എൽ.എ. കൂടിയായ പ്രതിപക്ഷ നേതാവ് സതീശനാണെന്ന് ജിതിൻ പറയുന്നു. 2 പെൺമക്കളുമായി ജീവിക്കാൻ നാട്ടിൽ ജിതിനൊരു ജോലി വേണം. ശരീരം പഴയതുപോലെ ആകാൻ ചികിത്സ ഇനിയും തുടരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കേസ് അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു.